സുപ്രഭാതം. രോഗം വരുമ്പോൾ കൂടെ നിന്ന് താങ്ങുന്നവരെയാണ് നമുക്ക് ആവശ്യം. നമുക്കെതിരെ എഴുന്നേൽക്കുന്ന ശത്രുവിനെ നിഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. നാം അനർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഓടിയെത്തി നമ്മെ ആശ്വസിപ്പിക്കുന്നവരുണ്ടെങ്കിൽ എത്ര ആശ്വാസകരമായിരിക്കും. അങ്ങനെ ആരെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടെടുക്കുവാനായിട്ട് കഴിയുമോ? പലപ്പോഴും അസാധ്യമാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ മേഖലകളിലും നമ്മോട് അടുത്ത് നിൽക്കുകയും നമ്മോട് ചേർന്ന് വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുവാൻ ഒരാളുണ്ട്. പക്ഷെ കടന്നു വരണമെങ്കിൽ നാം ഒരു കാര്യം ചെയ്തേ മതിയാവുകയുള്ളൂ. എന്താണെന്നല്ലയോ? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, യഹോവ അനർത്ഥ ദിവസത്തിൽ അവനെ വിടുവിക്കും എന്നാണ് നാം വായിക്കുന്നത്. എളിയവരോട് കരുണ തോന്നുവാനും എളിയവരെ ആദരിക്കുവാനും പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. എന്നാൽ നാം എളിയവരോട് കരുണ തോന്നുവാൻ മനസ്സുള്ളവരായിട്ട് തീരുമ്പോൾ പ്രതിസന്ധികളുടെയും രോഗങ്ങളുടെയും അനർത്ഥങ്ങളുടെയും സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മോട് കൂടെ നിൽക്കുവാൻ ഒരു ദൈവം ഉണ്ടാകും. നമ്മുടെ കർത്താവ് ഈ താണഭൂമിയിലേക്ക് ജഡം ധരിച്ചു വന്നപ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നത് എളിയവരോട് ഒരുമിച്ചായിരുന്നു, കുഷ്ഠരോഗികളോട് ഒരുമിച്ചായിരുന്നു, ബലഹീനരോട് ഒരുമിച്ചായിരുന്നു, ആരുമില്ലാത്തവരോട് ഒരുമിച്ചായിരുന്നു. ഇന്ന് പകലിൽ എളിയവരെ ആദരിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. അവരെ കണ്ടില്ല എന്ന് നടിക്കരുത്, കണ്ണടച്ചു പോകരുത്. എളിയവരെ ആദരിച്ചാൽ അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ടാകും. ഇന്ന് പകലിൽ അങ്ങനെ ജീവിപ്പാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.